Krishna ji, Sri Shibu Baby John ji, I remember my grandmother talking about your father. Okay? And we were very small. And I remember her telling us when she came home, today I met a man called Baby, and he was very tall and very big. And looking at you, I thought that must be your father. So I asked if your father was in politics, and I realized that it must have been him. And Advocate Vishnu Mohan ji, and Sri Suraj Ravi ji, all my distinguished colleagues here on stage, sisters, brothers, UDF workers who are present here, I welcome you to this meeting. And first and foremost, I would like to thank you for being here and waiting for so long in this heat today. വേദിയിലുള്ള ഏറ്റവും ബഹുമാനരായ നേതാക്കന്മാരെ, ഈ യോഗത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ സഹപ്രവർത്തകരെ, ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് നിങ്ങൾ ഈ യോഗത്തിനെത്തിയതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശ്രീ ഷിബു ബേബി ജോണിനെ കണ്ടത്. അപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ബേബി ജോണിനെ കുറിച്ച് പറഞ്ഞു തന്നത്. ഞങ്ങൾ അത്ര ചെറുതായിരുന്നു, മുത്തശ്ശി, ഞങ്ങൾ വളരെ ചെറുതായിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് ഒരാളെ കണ്ടു, ബേബി എന്നാണ് പേര്, വലിയ പൊക്കവും വലിയ ഒരു പൗരുഷവും ഉള്ള ഒരാളായിരുന്നു. ഞാൻ കയറി വന്നപ്പോൾ പെട്ടെന്ന് ഷിബു ബേബി ജോണിനെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. പക്ഷെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത്. So I was saying in the meeting which I attended just before this one, that whenever I come here to Kerala, I feel happy. ഞാൻ ഇവിടെ എത്തുന്നതിന് മുൻപ് ഉള്ള യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് എപ്പോഴെല്ലാം കേരളത്തിൽ വരാൻ സാധിക്കുന്നു അപ്പോഴെല്ലാം എനിക്ക് വലിയ സന്തോഷമാണ് ഉള്ളത്. My brother Rahul ji used to say this to me when he used to come back from Wayanad. എന്റെ സഹോദരൻ രാഹുൽജി വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴെല്ലാം അദ്ദേഹം ഇത് പറയുമായിരുന്നു. And I didn't fully understand his sentiment. പക്ഷെ എനിക്ക് അപ്പോഴും അദ്ദേഹത്തിന്റെ ആ വികാരം എന്താണെന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. But now that I have been MP from Wayanad for the last 1 year, a little bit more, I completely understand and share what he feels. പക്ഷെ ഞാനിപ്പോൾ ഒരു വർഷവും അതിൽ അല്പം അധികവുമായി വയനാട്ടിൽ നിന്നുള്ള MP ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. There is so much that is magical and beautiful about your state. ഈ നിങ്ങളുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം എന്തോ മാന്ത്രികമായ വളരെ ഭംഗിയാർന്ന എന്തോ ഈ സംസ്ഥാനത്തിനുണ്ട്. About our state actually I should say. ശരിക്കും ഞാൻ നമ്മുടെ സംസ്ഥാനം എന്നാണ് പറയേണ്ടത്. And the most beautiful thing is that you see this beauty in every little thing. അതിലെ ഏറ്റവും മനോഹരമായ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന മനോഹാരിത എന്തിലേക്ക് നോക്കിയാലും അതിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. You have a shared cultural heritage. നിങ്ങൾക്ക് വലിയ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. This of course is the land of Sri Narayana Guru ji. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് എന്നുള്ളതറിയാം. Who deeply inspired Mahatma Gandhi. മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നാരായണ ഗുരുജി. And who instilled in this land, in your social fabric, the ideas of equality, of brotherhood, of friendship. ഈ നാട്ടിൽ ഇന്നും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വമായിരുന്നു. It is your state in which people of every religion have lived for centuries together peacefully in love and in friendship. നമ്മുടെ ഈ നാട്ടിലാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ജനങ്ങൾ പരസ്പരം മതത്തിന്റെയും എല്ലാം അപ്പുറത്ത് ഒരുമിച്ച് സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചിരുന്നു. You are blessed with richness of nature, of culture, with the sea. നമ്മൾ ഈ നാട്ടിലെ കടലിന്റെ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ നമ്മുടെ സംസ്കാരത്തിന്റെ എല്ലാം വലിയ ഒരു പാരമ്പര്യം പേറുന്നവരാണ്. With the teachings of great revolutionary teachers and religious masters. നമ്മളെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും നമ്മുടെ ആചാര്യന്മാരുടെയും എല്ലാം പഠനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദർശനങ്ങൾ ശ്രമിച്ചവരാണ് നമ്മൾ. And as I said, it is your spirit that is represented in each one of you. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ എല്ലാം മൂല്യമാണ് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിദാനം
വസ്ത്രധാരണം ചെയ്യുന്നു. I go to a hospital in Delhi, I will meet a nurse from Kerala, and in her way, in the gentleness with which she looks after patients, the patience she has to stay up all night working hard, I see the spirit of Kerala. ഞാൻ ഡൽഹിയിൽ ആശുപത്രികളിൽ നഴ്സുമാരെ കാണുമ്പോൾ, അവർ പരിചരിക്കുന്നത് കാണുമ്പോൾ, അവരുടെ സ്നേഹത്തോടെ കാരുണ്യത്തോടുകൂടി അവരുടെ ജോലി രാത്രി മുഴുവൻ നിന്നുകൊണ്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ കേരളത്തിന്റെ ആ ആത്മാവിനെ അവരിൽ കാണുകയാണ്. In the tribal people I meet in Wayanad, in their simple yet very sophisticated ways, in many ways, I see the spirit of Kerala. ഞാൻ വയനാട് ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ അവരുടെ ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും വലിയ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള അവരുടെ ജീവിതം കാണുമ്പോൾ അവിടെയും ഞാൻ ഈ കേരളത്തിന്റെ ആത്മാവിനെ കാണുന്നുണ്ട്. In their respect for nature, in the way that they treat the ecology around them, ways that the world is turning to today, the modern Western world is now adopting things that they have been doing for centuries. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഈ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതിലേക്ക് മാറുമ്പോൾ നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ ആ ഗോത്രവർഗത്തിൽപ്പെട്ടവർ അവർ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് അവരവരുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി നമുക്ക് കാണിച്ചു തന്ന വഴി തന്നെയാണ് എന്ന് ഞാൻ ഓർക്കുന്നു. In their ways there is the spirit of Kerala. അവരുടെ വഴികളിലും ആ കേരളത്തിന്റെ ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും. In the hundreds of educational institutions and the Islamic Muslim charity foundations that they are doing so much good work for young children and young people, I see the spirit of Kerala. ഞാൻ മുസ്ലിം സംഘടനകളും മറ്റെല്ലാവരും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒട്ടേറെ സ്ഥാപനങ്ങളിലൂടെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് കാണുമ്പോഴും ഞാൻ അതേ കേരളത്തിന്റെ ആത്മാവിനെ ഞാൻ അവരിൽ ദർശിക്കുകയാണ്. In the pride of the beautiful temples, in the Tayyam, I see your spirit. നിങ്ങളുടെ അമ്പലത്തിലുള്ള തെയ്യം പോലെയുള്ള ഏറ്റവും പ്രൗഢഗംഭീരമായ കലകൾ കാണുമ്പോൾ അതിലും കേരളത്തെ ദർശിക്കുകയാണ്.